ദൈവത്തെ അവിടെ കൂടെ നിർത്തണം എന്നുള്ള ഒരൊറ്റ നിഷ്കളങ്കമായ ചിന്തയോടെയാണ് ഈ ഡെയിലി ബ്രെഡ് എന്നുള്ള പ്രോഗ്രാം തുടങ്ങാൻ വേണ്ടി ഞാൻ ദൈവത്തോട് ആവശ്യപ്പെട്ടത്. കർത്താവേ, അതിൻ്റെ ഗുണം ഓരോ മക്കൾക്ക് ഓരോ ദിവസവും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവരെയൊക്കെല്ലാം അനുഗ്രഹിക്കുന്നവരോട് നന്ദി പറയുന്നു. കർത്താവേ, ഇന്ന് നീ അനുഗ്രഹിക്കേണ്ട മക്കളെ എവിടെയെല്ലാം താങ്കൾക്കൊരു സഹായം കിട്ടിയിരുന്നെങ്കിൽ അത് ആരോഗ്യപരമായ, സാമ്പത്തികമായ, സാമൂഹികമായ കൂട്ടായ്മയാകാം, ഒരു സഹായം കിട്ടിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അവിടെ യാതൊരു യോഗ്യതയും നോക്കാതെ ദൈവത്തിൻ്റെ അനർഗളമായി നിർഗളിക്കുന്ന കാരുണ്യം കൊണ്ട് അവരുടെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിൽ വർക്ക് ചെയ്യാൻ, അവിടെ കഴിവ് കൊണ്ടല്ല അങ്ങയുടെ കൃപ കൊണ്ടെന്ന രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു അനുഭവം കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എനിക്കങ്ങയെ എന്തുമാത്രം മധുരമായിട്ട് തോന്നുന്നു, എനിക്കങ്ങയെ എന്തുമാത്രം ആരോഗ്യമായിട്ട് തോന്നുന്നു, എനിക്ക് അങ്ങയെ എന്തുമാത്രം സുഗന്ധമായിട്ട് തോന്നുന്നു, അത്രയും അങ്ങയുടെ മക്കൾക്ക്, ഞാൻ സംസാരിക്കുന്ന മക്കൾക്കും അതേ രീതി തോന്നാൻ വേണ്ടി ഞാൻ അങ്ങയെ അവർക്ക് കിട്ടാൻ വേണ്ടി പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥം വഹിക്കുന്നു. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, എല്ലാമായ ക്രിസ്തുവിനെ, എന്തിനും പോകുന്ന ക്രിസ്തുവിനെ, എല്ലാത്തിനും ചേരുന്ന ക്രിസ്തുവിനെ, എല്ലാത്തിനും മരുന്നായ ക്രിസ്തുവിനെ, അമ്മേ, പരിശുദ്ധമ്മേ, എല്ലാ മക്കളും ലഭിക്കാനും അതുവഴി പരപിതാവ് മഹത്വപ്പെടാനും നീ ക്രിസ്തുവിനെ ഇനിയും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ ക്ഷണിച്ചുകൊണ്ടും ചേർത്തുകൊണ്ടും മധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്ത മക്കൾ, വീടില്ലാത്ത മക്കൾ, മരണത്തോട് മല്ലടിക്കുന്ന മക്കൾ, അതേസമയം തന്നെ മരുന്ന് കിട്ടാത്ത രോഗങ്ങൾ, മരുന്ന് എത്ര ആളിന് വല്ല സംഭവിച്ചു പോകുന്ന ഓർത്ത് ആശങ്കപ്പെടുന്നവർ, ഡേറ്റ് എണ്ണിയിട്ടുള്ള രോഗികൾ, അതുപോലെ തന്നെ പ്രസവത്തിൻ്റെ ഡേറ്റുകൾ, ഇങ്ങനെ ഡേറ്റുമായി ബന്ധപ്പെട്ട് സമയം കുറിച്ചവർ, ജോലിക്ക് സമയം കുറിച്ചവർ, ഇൻ്റർവ്യൂ സമയം കുറിച്ചവർ, ഓപ്പറേഷൻ സമയം കുറിച്ചവർ, പരീക്ഷയ്ക്ക് സമയം കുറിച്ചവർ, അഡ്മിഷന് സമയം കുറിച്ചവർ, ഇതുപോലെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണോ ഡേറ്റ് ഇട്ടിരിക്കുന്നത്, ഡേറ്റ് നമ്മളിട്ടതായാലും ശരി, പുറത്തുനിന്നിട്ടതായാലും ശരി, എല്ലാ സമയത്തിൻ്റെ അധികാരിയായ സഞ്ചാരി മാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ നിനക്ക് കർത്താവിൻ്റെ കൃപ ലഭിക്കാൻ ഇടയാകട്ടെ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സമയബന്ധിതമായി നിൻ്റെ വിഷയത്തിന് മേൽ ദൈവം നിറവേറട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും ആമേൻ.